ഗുഡ് മോർണിംഗ്. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഡൗ ജോൺസിന്റെ ഫ്യൂച്ചർ പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. ഇന്നലെ നെഗറ്റീവായിട്ടാണ് വേൾഡ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത്. US മാർക്കറ്റ് നസ്ഡാക്ക് 144 പോയിന്റും S&P 45 പോയിന്റും നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡൗ ജോൺസ് പക്ഷേ ഇന്ന് രാവിലെ ഏകദേശം 250 പോയിന്റിനടുപ്പിച്ച് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. ഗിഫ്റ്റ് നിഫ്റ്റിയും ഏകദേശം 180-200 പോയിന്റിനടുപ്പിച്ച് നെഗറ്റീവ് ആയിരുന്നതാണ്. അതും ഇപ്പം ഗിഫ്റ്റ് നിഫ്റ്റിയും റിക്കവർ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. മിക്കവാറും ഒരു ഗ്യാപ് ഡൗൺ കിട്ടിയാലും ഒരു 100 പോയിന്റ് അടുപ്പിച്ച് ചിലപ്പോൾ ഒരു ഗ്യാപ് ഡൗണിനുള്ള സാധ്യത ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. ഗ്യാപ് ഡൗണിലോട്ട് പോയാലും മാർക്കറ്റ് റിക്കവർ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്നലെ 21-ാം തീയതി ആയിരുന്നു അമേരിക്കയുടെ രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ കരാറിന്റെ അവസാന ദിവസം. ഇന്നലെ ആയിരുന്നു. വീണ്ടും അത് നീട്ടിക്കൊടുത്തിരിക്കുകയാണ്. അതോടുകൂടി മാർക്കറ്റൊക്കെ ചെറുതായിട്ടൊന്ന് പോസിറ്റീവ് ആവാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു ഇന്നലെ US മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമാണെന്ന് തോന്നുന്നു ട്രംപിന്റെ ആ ഒരു പ്രഖ്യാപനം വരുന്നത്. അതിനുശേഷമാണ് ഇപ്പം ഡൗ ജോൺസിന്റെ ഫ്യൂച്ചർ ഓപ്പൺ ചെയ്ത് വളരെ പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റിയും ഇന്നലെ ക്ലോസ് ചെയ്യുന്ന ഏകദേശം 180-190 പോയിന്റിന് അടുപ്പിച്ചെങ്ങാണ്ടായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ വീണ്ടും 180 പോയിന്റിൽ നിന്ന് 140-135 പോയിന്റിലോട്ട് റിക്കവർ ചെയ്തിട്ടുണ്ട്. ക്രൂഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രൂഡും ചെറിയൊരു ഫ്ലാറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാണ്. ക്രൂഡ് ഓയിൽ വില ഏകദേശം $90 അടുപ്പിച്ചാണ് ട്രേഡ് ചെയ്യുന്നത്. ബ്രണ്ട് ക്രൂഡ് 98 പോയിന്റിന് അടുപ്പിച്ച് ബ്രണ്ട് ക്രൂഡും ട്രേഡ് ചെയ്യുന്നുണ്ട്. മിക്കവാറും മാർക്കറ്റ് ഒരു ഗ്യാപ് ഡൗണിലോട്ട് പോയാലും മാർക്കറ്റ് അവിടെ നിന്നൊരു പോസിറ്റീവ് മാർക്കറ്റ് റിക്കവർ ആവാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇന്നലെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റ് എവിടെ നിന്നാണോ ആദ്യത്തെ ഒരു 5-10 മിനിറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നത്, ഓപ്പൺ ചെയ്ത് ആദ്യത്തെ ഒരു 5-10 മിനിറ്റ് നോക്കുക. അവിടെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴത്തെ സപ്പോർട്ടിൽ നിന്ന് റിക്കവർ ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. 15 മിനിറ്റിൽ 24,516 താഴോട്ട് 15 മിനിറ്റിൽ അവിടെ ഒരു ട്രെൻഡ് ലൈൻ കൂടെ ഉണ്ട്. 15 മിനിറ്റിൽ താഴോട്ട് ബ്രേക്ക്ഔട്ട് കിട്ടിയാൽ മാത്രം പുട്ട് സൈഡിലോട്ട് നോക്കിയാൽ മതി. 24,516 15 മിനിറ്റിൽ താഴോട്ട് ബ്രേക്ക്ഔട്ട് കിട്ടിയാൽ 24,417 വരയ്ക്കും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. മുകളിലോട്ട് 24,581 ഇന്നലത്തെ ക്ലോസിംഗിന്റെ തൊട്ടടുത്താണ്. 24,581 മുകളിലോട്ട് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,700 വരയ്ക്കും മാർക്കറ്റ് കയറി പോകാൻ സാധ്യതയുണ്ട്. നിഫ്റ്റിയുടെ ഇൻട്രാഡേ ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ CPR വരുന്നത് വൈഡ് CPR ആണ്. 24,478 തൊട്ട് 24,544 വരെയാണ് CPR വരുന്നത്. താഴെയുള്ള ഏറ്റവും താഴത്തെ സപ്പോർട്ട് എന്ന് പറയുന്നത് 24,421 24,442 ഏറ്റവും താഴത്തെ ഇൻട്രാഡേ സപ്പോർട്ട് ഉള്ളത്. അതിനുള്ളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ CPRലോട്ട് മാർക്കറ്റ് ഇമ്മീഡിയറ്റ് തിരിച്ച് കയറി വരാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത് 24,494 517 ലെവലും, പിന്നെ അതിൻ്റെ മുകളിൽ വരുന്നത് 24,650 ലെവലും, പിന്നെ ഏറ്റവും മുകളിൽ